ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അല്ല, ഏത് വാഹനം എടുത്തത്? ഓട്ടോറിക്ഷ. ഓട്ടോശ്രീ. കൊള്ളാം, നല്ല പേര്. എനിക്ക് ലഭിക്കാതെ പോയ ഒന്നാ വിദ്യാഭ്യാസം. മാഷിനെ പോലെ ഒരാൾ ഈ ചടങ്ങിന് തിരിതെളിയിക്കുമ്പോൾ ആ ഒരു കുറവ് മാറിക്കിട്ടും. മോനെ, നിന്റെ ഈ നല്ല മനസ്സ് തന്നെയാണ് നിന്റെ അറിവ്. നല്ലതേ വരൂ. മോനെ, ഈശ്വര. ആ കമല, കൊണ്ടുപോയി ഉടക്കടാ. മക്കളെ കേറിക്കോ. അപ്പൊ നമ്മള് അടുത്ത അമ്പലത്തേക്കാ പോണേ. നിങ്ങൾ പോയിട്ട് വാ, ഞാൻ വരുന്നില്ല. ആ, നിങ്ങൾ പോയിട്ട് വാ. അപ്പോഴേക്ക് ഞാനും ശ്യാമയും കൂടെ കടയിലെ കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുക്കാം. എന്നാ പിന്നെ പോയിട്ട് വരട്ടെ. എന്തേ വരണില്ലേ? എന്നാ കേറ്. അപ്പൊ കുറുമാഷി പോയിട്ട് വരാം. കമല, പോയി അടിച്ച് പൊളിക്കാശാനെ. ഫാമിലി ആയിട്ട് മൊത്തത്തിലൊന്ന് കറങ്ങിച്ചും വാ. അല്ല വിഷ്ണുട്ടാ, അച്ഛന്റെ അമ്മയുടെ അടുത്തേക്ക് പോണ്ടേ? ആദ്യ ക്ഷേത്രം, എന്നിട്ട് അവിടുത്തെ ചടങ്ങുകൾക്കൊക്കെ ശേഷം നേരെ അച്ഛനും അമ്മയുടെ അടുത്തേക്ക്. കേറ് കളക്ടറെ. ശരി, പോട്ടെ. ഇപ്പോഴാ ശാരദാമ്മേ അവരൊരു കുടുംബമായത്. അവരെ കുറിച്ചുള്ള ആദി ഇനി ശാരദാമ്മയ്ക്ക് ഉണ്ടാവില്ല, അതുറപ്പാ. ഈശ്വര. അല്ല, ഇതുവരെ രാഘവേട്ട ഒരുങ്ങിയില്ലേ? ഞാൻ പറഞ്ഞതല്ലേ ഒരുങ്ങാന്. ആ കൊച്ചിപ്പെങ്ങെത്തും. ഞാൻ വരണോ ഭാമേ? നിങ്ങൾ രണ്ടുകൂടെ പോയാ പോരെ? രാഘവേട്ടനെ ഒറ്റക്കാക്കിയിട്ട് ഞാൻ എന്ത് ഉറപ്പിലാ പോവുക? നിൽക്കുന്ന നിപ്പിൽ മിന്നായം പോലെ പോകുന്ന ആളാ രാഘവേട്ടൻ. ഇവിടുന്ന് അങ്ങോട്ട് പോരുന്നാ പോരെ? എന്നാ പിന്നെ നൂറിനോട് ഞാൻ വരണ്ടെന്ന് പറയാം. രാഘവേട്ട, പ്രൈസ് മണിയായി കിട്ടിയ ഈ 10 ലക്ഷം രൂപ നമ്മുടെ ഈ വീട്ടിൽ വെച്ചിരിക്കുന്നത് സേഫ് അല്ല. അത് ബാങ്കിലേക്കിട്ടാ പണം നമുക്ക് ആവശ്യമുള്ളപ്പോ മാത്രം പോയി എടുത്താൽ മതിയല്ലോ. ആ കൊച്ച് അങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോ അതൊരു നല്ല കാര്യമാണെന്ന് എനിക്കും തോന്നി. രാഘവേട്ട, നമുക്ക് വേണ്ടിയല്ല നൂറ് വരുന്നത്. അപ്പൊ നമ്മളായിട്ട് തന്നെ അതിനൊരു അമാന്തം കാണിച്ചാലോ? അമാന്തം കാണിക്കുന്നൊന്നും അല്ല ഭാമേ. ഒരേ കെട്ടി വരണ്ടേന്നൊക്കെ ഓർത്തിട്ടാ. ആ ബാങ്കാണെങ്കിൽ സ്റ്റേറെ കയറി അങ്ങ് പോവുകയും വേണം. രാഘവേട്ട, അതിനെന്താ ഞാനുണ്ടല്ലോ.
എന്തായി പോവാം? മോളെ ഞാൻ റെഡിയായി. ദേ കണ്ടില്ലേ, രാഘവേട്ടൻ റെഡിയായിട്ടില്ല. രാഘവേട്ടൻ ഇങ്ങനെ ഒറ്റയ്ക്കാക്കിയിട്ട് പോകാനും പറ്റില്ല. എന്താ അച്ഛ ഇത്? ഒന്ന് പെട്ടെന്ന് റെഡിയായേ, ഞങ്ങൾ വെയിറ്റ് ചെയ്യാം. എന്നാ പിന്നെ നിങ്ങൾ എന്തെങ്കിലും കൊച്ചാർത്തമാ പറഞ്ഞിരിക്കേ. ഞാൻ ദേ ഇപ്പൊ വരാം. ആ ദേ ജുബ മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്. ഒന്ന് പെട്ടെന്ന് വരണേ. ആ അല്ല, നമ്മളെങ്ങനെ പോവും? നമുക്ക് പുറത്തേക്ക് ഇറങ്ങിയ ഓട്ടോ കിട്ടില്ലേ? അത് കിട്ടും, പക്ഷെ അതുവരെ നടക്കണ്ടേ? അല്ലെങ്കിൽ പിന്നെ ഞാൻ പോയി ഒരു ഓട്ടോ വിളിച്ചോണ്ട് വരാം. ഉം. അല്ല, പൈസ എടുത്തായിരുന്നോ? ആ യോ, അത് ഞാൻ ആദ്യമേ എടുത്തു വെച്ചിട്ടുണ്ട്. എന്നാ പിന്നെ ഓട്ടോ ദാ എത്തി. രണ്ടുപേരും കൂടി പുറത്തേക്ക് ഇറങ്ങി നിന്നാ മതി. ഉം. ഭാമേ, നീ വന്നേ. രാഘവേട്ട, നൂറ് ഓട്ടോ വിളിക്കാനായിട്ട് പോയിരിക്കുകയാണേ. ആയിക്കോട്ടെ, നീ ഇവിടുന്ന് വാ. ഫു. അല്ല, ഏത് വാഹനം എടുത്തത്? ഓട്ടോറിക്ഷ. ഓട്ടോശ്രീ. കൊള്ളാം, നല്ല പേര്. ഈ പേര് തന്നെ വഴിപാട് കഴിക്കാമല്ലോ. അതിനു വേണ്ടിയിട്ട് ആ പേരെന്നെ എഴുതിച്ചേ.